ഹേ ഓൾ, തിരുനാൾ മല്ലുവിൻ്റെ ന്യൂ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളെ ഈ പെരുമഴയത്ത് എങ്ങോട്ടേക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഇന്ന് എൻ്റെ ഹോം ടൗണിൽ പോവാണ്. എൻ്റെ ഹോം ടൗൺ പാലയാണ് കേട്ടോ, കോട്ടയം പാല. അപ്പം നമുക്ക് ടിക്കറ്റ് ഒന്നും അങ്ങനെ കിട്ടിയില്ലായിരുന്നു കേട്ടോ. ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും റെഡി ആയില്ല, സ്ലീപ്പറൊന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ജനറൽ ടിക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എമർജൻസി ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പെരുമഴയായിരുന്നു. മഴ പെയ്തപ്പോൾ തീരുമാനമൊന്നും മാറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി. സ്റ്റേഷനിലിരിക്കുവാണ്. അരമണിക്കൂർ ട്രെയിനും ലേറ്റായി കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങിരുന്നു. പിന്നെ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. നേരത്തെ വെയിലൊക്കെ ആയിരുന്നു കേട്ടോ 2 ദിവസം മുന്നേ. എല്ലാവർക്കും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് പോലെ തന്നെയായിരുന്നു ഇന്നും എനിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടെ വീട് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പം ഞാൻ പാലയിലോട്ട് പോകുന്നത്. പാലയിന് അത്ര മിസ്സിംഗ് ഒന്നുമില്ല, എന്നാലും ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ പോവുകയാണേ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നു. മഴ കുറയുമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. മഴയത്ത് ട്രാവലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത്ര ബുദ്ധിമുട്ടല്ലായിരുന്നു കേട്ടോ. ട്രെയിനൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എനിക്ക് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ട് ട്രെയിനിലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇരിക്കാനും നടക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പം ഞങ്ങൾ ട്രെയിൻ വന്നേ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കയറുകയാണ്. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. രാവിലെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉണ്ട് കണ്ണൂർ കോഴിക്കോടൊക്കെ എത്തുമ്പോഴത്തേനും നല്ല തിരക്കുണ്ട്. എന്നാലും ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പിലൊന്നും അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വിൻഡോ സൈഡൊക്കെ കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സെറ്റായി. അപ്പോൾ പുറത്തെ മഴയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഗ്ലാസ്സൊക്കെ ഞങ്ങൾ ഇട്ടു. ചേട്ടനും ഞാനും കൂടിയായിരുന്നു കേട്ടോ പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് കുറച്ച് ഉറങ്ങാനൊക്കെ പറ്റി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വ്ലോഗ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, പാലയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വ്ലോഗ് എടുത്തത് കേട്ടോ. ഇപ്പോൾ കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോട് എത്തിയ പിന്നെ പെട്ടെന്ന് നമ്മുടെ കോട്ടയം എത്തും. കോഴിക്കോട് വരെ എത്താനൊരു പാടായിരിക്കും എപ്പോഴും. നല്ല ലോങ് ആണ് കോഴിക്കോട്ടയിലേക്ക് കാസർഗോഡ് നിന്ന് വരാനായിട്ട്. അങ്ങനെ കോഴിക്കോട് എത്തി. കോഴിക്കോട് കഴിഞ്ഞ് ഇങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു ഭംഗിയുള്ളൊരു പുഴ കണ്ടു. ഈ പുഴ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അറിയുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ച് വെയിലൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഈ പുഴയും പാടവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എത്ര കണ്ടാലും ഫോണിൻ്റെ ഗ്യാലറിയിൽ ഇങ്ങനെ സേവ് ആക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. നല്ല വിശപ്പ്. എന്നാൽ പിന്നെ ഒരു ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലിയും വടയും വാങ്ങി കേട്ടോ. നല്ല ഫുഡായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റായി. എനിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിച്ചില്ല തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ വ്ലോഗിൽ പറയാറില്ലേ. പിന്നെ ഞങ്ങൾ ലഞ്ച് ടൈം ആയപ്പോഴത്തേനും ബിരിയാണിയും വാങ്ങി കേട്ടോ. ഒരു ബിരിയാണി ഞങ്ങൾ രണ്ടുപേരോട് ഷെയർ ചെയ്തേ. കാരണം ഒരു ബിരിയാണി മൊത്തത്തിൽ കഴിക്കാനുള്ള ടേസ്റ്റൊന്നും അതിലില്ലായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് കഴിച്ചേച്ചു. അങ്ങനെ ബിരിയാണി കഴിച്ചു. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ചായയും കുടിച്ചു കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണേ. നല്ല ചായ ആയിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ചായ കൂടിയും പാസ്സായി കേട്ടോ. എല്ലാം കഴിഞ്ഞൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ദേണ്ട നമ്മുടെ കൊച്ചി എത്തി. അങ്ങനെ മനസ്സിനൊരു സമാധാനമായി കേട്ടോ. ഇനി കൊച്ചിന് കുറച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ അടുത്ത ജില്ലകളിൽ പെട്ടതാണല്ലോ ഈ എറണാകുളം. അതുകൊണ്ട് സെറ്റായി. എറണാകുളം എത്തി എന്നുള്ള ആശ്വാസത്തെ അങ്ങനെ ഇരുന്ന് കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടു. എല്ലാം നോക്കിയും കണ്ടും ഒക്കെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ജില്ലയിലേക്ക് നമ്മളെത്തും. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ നല്ല വിശപ്പ് കേട്ടോ. ഉച്ചയ്ക്ക് ഇച്ചിരി ചോറുണ്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏറ്റുമാനൂരെത്തി ഇറങ്ങി വെച്ചിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറി ചോറ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നല്ല മീൻകറി ഉണ്ടായിരുന്നു. നല്ല കുടംപുളി വെച്ച് ഉണ്ടാക്കിയ മീൻകറിയും കൂട്ടി ഞങ്ങളൊരു ചോറങ്ങ് പിടിച്ചു. നല്ല വിശപ്പായിരുന്നു കേട്ടോ. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര വിശപ്പാണ്. ഞാൻ നിങ്ങളോട് വ്ലോഗിൽ പറഞ്ഞിട്ടില്ലേ, നല്ലപോലെ ഫുഡ് കഴിച്ചാലേ എനിക്ക് ഭയങ്കര കംഫർട്ട് ആവത്തുള്ളൂ. ഫുഡ് കഴിച്ചുകൊണ്ട് ഇവിടെ വീട്ടിൽ വന്നുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പാല എത്തി കേട്ടോ. എന്നാ ഒരു ആശ്വാസം എന്നറിയോ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ എത്തുമ്പോഴത്തേനും. അങ്ങനെ ഒരുപാട് ദിവസമൊന്നും ഇല്ല, എന്നാലും പെട്ടെന്ന് തന്നെ പോവും. പാലായൊക്കെ ഒന്ന് കണ്ടു പെറുക്കി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവാണേ.
വീട്ടിൽ ചെന്നപ്പോഴത്തേനും നമുക്കറിയാവുന്ന നമ്മുടെ സൈച്ചേൻ്റെ ഓട്ടോ കിട്ടി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇനി. അപ്പോൾ കുറേ നാൾ കൂടി പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഹാപ്പിയാണ് എന്നത്തേക്കാളും. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്താറായിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്കൊക്കെ കുറേ കപ്പയും റബ്ബറും ഒക്കെയാണ് എല്ലാം. ഇനി ഞാൻ റെസ്റ്റൊക്കെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പം പുതിയ വ്ലോഗിലൂടെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.